അങ്ങനെ ബിരിയാണി കഴിച്ചിറങ്ങി. ഇനി എങ്ങോട്ടാ പോണ്ടെന്ന് നോക്കിയപ്പോ എടുത്തുള്ളത് ബീച്ചാണ്. എന്നാ കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്ന വെച്ചു. പക്ഷേ ബീച്ചിലേക്ക് ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ. നമ്മുടെ ഒരു ബഡ്ജറ്റ് ട്രിപ്പാണല്ലോ, അപ്പൊ പിന്നെ അധികം പൈസ കളയണ്ടെന്ന് വെച്ചിട്ട് നടക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ ഈ കാണുന്നത് കോഴിക്കോടത്തെ ഒരു മാർക്കറ്റാണ്. കൊള്ളാലേ, ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്തിരിക്കുക. നടക്കാന്ന് പറഞ്ഞെങ്കിലും ഞാനിടയ്ക്ക് ലിഫ്റ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ ആരും നിർത്തുന്നില്ല. അങ്ങനെ ഞാൻ നടന്ന് കോഴിക്കോട് ബീച്ചെത്തി. ദൈവന്മാരെ നോട്ട് ചെയ്തോട്ടാ. ഇവന്മാരെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഞാൻ ഒരുപാട് തവണ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിലും കോഴിക്കോട് ബീച്ചിൽ വരുന്നത് ആദ്യമായിട്ടാണ്. ബീച്ച് നൈസാണ് കേട്ടോ. ഇവിടെ ഇന്റർലോക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവര്. പെട്ടെന്നാണ് കുറച്ച് പിള്ളേരെ കണ്ടത്. ഇവന്മാർ ഈ സ്കേറ്റിംഗ് ഷൂ ഒക്കെ വെച്ചിട്ട് സ്കേറ്റ് ചെയ്തോണ്ടിരിക്കണ്ട. ഞാൻ വീഡിയോ എടുക്കണ്ടപ്പോഴേ ഇവന്മാരുടെ ഷോ ഇറക്കാൻ വേണ്ടിട്ട് ചാടി കയറുന്നു. കുറച്ച് പേര് നിലത്ത് കിടന്നിട്ട് അതിന്റെ മേലെ കൂടെ ചാടുന്നു. എന്തൊക്കെയാ കാണിക്കുന്നുണ്ട് അവര്. പക്ഷെ ഒരു കാര്യം പറയാം, നല്ല കഴിവുള്ള പിള്ളേരാ. അങ്ങനെ കുറച്ചു നേരം അവരുടെ കളിയൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു കേട്ടോ. നമ്മള് ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ തൃശ്ശൂർ ഞാൻ ഇപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോ അവര് പോകണത്തില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് നമ്മൾ കോഴിക്കോടേക്ക് വന്നിട്ടുള്ളത്. ഇനി ഒന്നുകൂടെ ഒന്ന് വിളിച്ചു ചോദിക്കാം കോഴിക്കോട് നിന്ന് എപ്പോഴാ ബസ് എന്നുള്ള കാര്യം. ഗൈസ്, ഊട്ടി പ്ലാൻ